ഹലോ നമസ്കാരം, ഇത് കലാകമ മഹൽ. ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ പലതവണ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ വീഡിയോ ചെയ്യണോ, ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, വേണ്ടയോ. പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചു, ഇല്ല, ചെയ്യണം. ഒരു സ്ത്രീ എന്ന് പറയുന്ന ലെവലിൽ ഞാനിത് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട അഹങ്കാരമായി പോകും. അതിനു മുന്നേ ഒരു കാര്യം, നമ്മുടെ ലൈഫിനകത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അധികം പങ്കുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തെക്കാളും ഏറ്റവും മൂല്യമേറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് സമൂഹത്തിൽ വിദ്യാഭ്യാസം കുറവുള്ള വ്യക്തികളെ പുച്ഛിച്ച് കാണുക, വില കുറച്ച് കാണുക, അവരൊന്നുമല്ല എന്ന് കാണുക, അവർക്ക് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള യോഗ്യത എന്താ എന്നൊക്കെ ചോദിക്കുന്ന വിദ്യാഭ്യാസം ഉള്ള വ്യക്തികൾ ഇന്ന് നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എനിവേ, അതവിടെ നിർത്താം. പക്ഷേ വിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ മൂല്യമേറിയ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ ആ ഒരു പീക്ക് ലെവൽ, ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റിലേക്ക് എത്താൻ പറ്റും, ആ ഒരു അച്ചീവ്മെൻറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതിന് വളരെയധികം ശക്തമായിട്ട് പ്രൂവ് ചെയ്തെന്ന ഒരു ലേഡീനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരംകാരിയായിരിക്കുന്ന ധനുജ സതീഷ് അഥവാ ധനുജ കുമാരി. എനിക്കെങ്ങനെ പുള്ളിക്കാരിനെ പരിചയം ചോദിച്ചാൽ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണേ. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. അപ്പം ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് എല്ലാ പേരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് നമുക്ക് നിർബന്ധം പറയാനും പറ്റത്തില്ല. പക്ഷേ ഞാൻ ഈയിടെയായിട്ട് പുള്ളിക്കാരിയുടെ ഓരോ അച്ചീവ്മെൻറ്റ്സും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഈ ധനുജ കുമാരിനെ കുറിച്ചിട്ട് പറയാം. 1975 ഡിസംബർ മാസം 7-ാം തീയതി നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഇന്നത്തെ രാജാജി നഗർ, അതായത് പണ്ടത്തെ ചെങ്കച്ചുളയിൽ തമ്പി സാറാമ്മ എന്ന് പറയുന്ന 2 പേരുടെ മകളായിട്ടായിരുന്നു ജനിച്ചത്. ചെങ്കച്ചുള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ വെട്ട്, കുത്ത്, കൊലപാതകം, ലഹരി ഇതിനൊക്കെ പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് ചെങ്കച്ചുള. എന്നൊക്കെ അവിടെയൊക്കെ എത്താൻ പോലും, ആ വഴി പോകാൻ പോലും ആൾക്കാർ ഭയപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ചെങ്കച്ചുള. പക്ഷേ ഇന്ന് ചരിത്രം മാറ്റിക്കുറിക്കുന്ന രീതിയിലാണ് ചെങ്കച്ചുളയുടെ മുത്തുകൾ. വിദ്യാഭ്യാസം ഉള്ളവന് പോലും പോയി ചെന്ന് കയ്യെത്ത് പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും അച്ചീവ്മെൻറ്റ്സിനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കച്ചുളയിലെ മണിമുത്തുകൾ. അപ്പോൾ പറഞ്ഞു വന്നത്, 1975 ഡിസംബർ മാസം 7-ാം തീയതി ചെങ്കച്ചുളയിൽ ജനിച്ച നമ്മുടെ ധനുജ കുമാരിയുടെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു നിഗമനം വെച്ച് ഒരുപാട് വേദനകൾ പേറി നടന്നൊരു വ്യക്തിയായിരുന്നു. കാര്യം ഫാമിലിയുടെ ഇഷ്യൂസ് കാരണം തന്നെ ധനുജയ്ക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടിയില്ല. വെറും 9-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് ചുരുക്കി പറഞ്ഞാൽ 9-ാം ക്ലാസ്സുകാരി. അപ്പം ചിന്തിക്കുമായിരിക്കും, പല ആൾക്കാരും ചോദിച്ചിട്ടും ഉണ്ടായിരിക്കുമേ, 9-ാം ക്ലാസ് വരെ പഠിച്ച് ഈ സ്ത്രീ എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ പെണ്ണെന്ത് ചെയ്യാനാ? കൂടി പറഞ്ഞാൽ ഏതെങ്കിലും സുഖമില്ലാതെ നടക്കുന്ന ഒരാളെ നോക്കാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കെട്ടിയവൻ്റെ കീഴിൽ കെട്ടിയവൻ്റെ ചിലവിൽ മക്കളെയും പ്രസവിച്ച് അങ്ങനെ ജീവിക്കാം. ഇതൊക്കെ ആയിരിക്കും സാധാരണ ലെവലിൽ ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ ധനുജ കുമാരിക്ക് അന്ന് എഴുത്തിൻ്റെ ഭ്രാന്തുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എഴുതാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു കാണും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നാളുകൾ കഴിഞ്ഞു, ധനുജ കുമാരി വളർന്നു, പിന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു. സതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാരേജ് ചെയ്തു. അതിൽ കുഞ്ഞുങ്ങളൊക്കെ ആയി കുടുംബജീവിതം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഹരിതകർമ്മസേനയിൽ ഒരു ജോലിക്കാരിയായിട്ട് ധനുജ കുമാരി കയറുകയാണ്. അപ്പോഴും ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ, ആ ക്രീം പെറുക്കി നടന്ന് കവറും പെറുക്കി നടക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എവിടെ എത്താനാണ്, എല്ലാത്തിനും ഒരു മാർജിൻ ഇല്ലേ എന്നൊക്കെ. ഈ ചോദ്യം പല ആൾക്കാർ ചിലപ്പോൾ നാവ് കൊണ്ടും ചോദിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പം രഹസ്യമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലും ചോദിച്ചിട്ടുണ്ടായിരിക്കും. നാവ് കൊണ്ട് ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ധനുജ കുമാരിനെ എപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണമെന്നുണ്ട്. കാണുമ്പോൾ എനിക്ക് നേരിട്ട് ചോദിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു വിങ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന ലഹരിക്കെതിരെയുള്ള ഒരു സംഘടനയുടെ പ്രധാന പൊസിഷൻ വഹിക്കുകയും ചെയ്തിരുന്നു. കാര്യം സമൂഹത്തിനോട് ഒരു നല്ലൊരു പ്രതിബദ്ധതയുള്ള ഒരു സ്ത്രീയായിരുന്നു ധനുജ കുമാരി. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ജീവിതത്തിനകത്ത് ഇരുട്ടടഞ്ഞ സമയത്തൊക്കെ താൻ കണ്ടതും കാണാത്തതും നേരിട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അക്ഷരങ്ങളുടെ രൂപത്തിൽ ധനുജ കുമാരി എഴുതാനായിട്ട് തുടങ്ങി. ഈ അക്ഷരങ്ങളുടെ കൂട്ടങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ധനുജ കുമാരി അതിനൊരു പേര് കൊടുത്തു, ചെങ്കച്ചുളയിലെ എൻ്റെ ജീവിതം. യെസ്, ചെങ്കച്ചുളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം റെഡി. ഒടുവിൽ ചെങ്കച്ചുളയിലെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ധനുജ കുമാരിയുടെ ആ പുസ്തകം നമ്മുടെ ഇന്ത്യയും കടന്ന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എത്തപ്പെട്ടു. അവിടെ കൊണ്ട് തീർന്നു കാണുമെന്നായിരിക്കും വിചാരിച്ചത്, അല്ലേ? അവിടെയും തീർന്നിട്ടില്ല. അടുത്തത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിനൊന്ന് വായിക്കാം. അതായത് ദുബായിൽ വെച്ചിട്ട് ഒരു അവാർഡ് പ്രോഗ്രാം നടത്തിയായിരുന്നു.
സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ചിട്ടായിരുന്നു നടത്തിയത്. സെൻറ്റ് ദിദിമോസ് അൺസങ് ഹീറോ അവാർഡ് നേടി ധനുജകുമാരി. അതായത് ചെങ്കച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന ആ പുസ്തകത്തിന് അവാർഡ് നേടിക്കൊണ്ട് ധനുജകുമാരി തൻ്റെ ലൈഫ് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. ഇനി 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ആക്രിപിറക്കി നടന്നിരുന്ന ഒരു സ്ത്രീ ഒരു പുസ്തകം എഴുതി. ഓക്കെ, അത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ചു. ഇതിലെന്ത് കാര്യമെന്ന് ചോദിക്കുന്ന മഹാന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെയുണ്ട്. ഇനി മുതൽ 9ാം ക്ലാസ്സുകാരിയായ ധനുജകുമാരിയുടെ പുസ്തകം വെറും ഒരു പുസ്തകമായിട്ട് മാത്രമല്ല, കണ്ണൂർ സർവകലാശാലയിലെ BA സ്റ്റുഡൻസും കാലിക്കറ്റ് സർവകലാശാലയിലെ MA സ്റ്റുഡൻസും ഇനി ധനുജകുമാരിയുടെ ചെങ്കച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം പഠിക്കും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ കുറേ ആൾക്കാർ, എന്തൊക്കെ ലൈഫിനകത്ത് പല വഴികളും പിന്നിട്ട് വരുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്തൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ തൻ്റെ അനുഭവങ്ങളോടും പരാതിയില്ല, തന്നെ പറഞ്ഞവരോടും പരാതിയില്ല, ആരോടും പരാതിയില്ല. തൻ്റെ ഉള്ളിൽ കിടന്ന എല്ലാ പരാതികളും വിഷമങ്ങളും അക്ഷരത്തിൻ്റെ രൂപത്തിൽ അവരതിനെ ഒരു ചരിത്ര നേട്ടം കുറിച്ചു. ധനുജകുമാരി എന്ന് പറയുന്ന വ്യക്തി നേടിയ ആ ഒരു ചരിത്ര നേട്ടമെന്ന് പറയുന്നത് ധനുജകുമാരിയുടെ മാത്രം സ്വന്തമല്ല. ഒരു സ്ഥലത്തിൻ്റെ, ഒരു സമയത്ത് ആൾക്കാരാൽ വെറുക്കപ്പെട്ട് കിടന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അഭിമാനത്തെ തിരിച്ചു പിടിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് ധനുജകുമാരി. വിദ്യാഭ്യാസത്തിനേക്കാളും അപ്പുറം, ഊഹിക്കുന്നതിനേക്കാളും അപ്പുറം ചില ജീവിത മൂല്യങ്ങളുണ്ട്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ, മനുഷ്യരെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ, എന്ത് താഴ്ന്ന ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത, നല്ല ഹൃദയ സംസ്കാരമുള്ള, ജീവിതത്തിനകത്ത് ഏത് ഇരുട്ടിനെയും എനിക്ക് അതിജീവിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച ധൈര്യമുള്ള ഒരു മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് വിദ്യാഭ്യാസത്തിനേക്കാളും അപ്പുറമാണ്. വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയുന്ന, വ്യക്തികളെ സ്നേഹിക്കാൻ കഴിയുന്ന, എൻ്റെ ജീവിതം ഇനി എത്ര ഇരുട്ടിനകത്താണെന്നുണ്ടെങ്കിലും എനിക്കതിനോട് ആരോടും പരാതിയില്ല എന്ന് ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചൊരു നന്മയുള്ള ഹൃദയവും വീറും വാശിയുടെ പൊരുതാനായിട്ടുള്ള ഒരു മൈൻഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ധനുജകുമാരിയെപ്പോലെ ആകാൻ പറ്റും.